എൻ്റെ പേര് അരുൺ കുമാർ. ഞാൻ കങ്ങരപ്പടിയിലാണ് താമസിക്കുന്നത്. എനിക്ക് 2022 ഒരു മുതുകത്തിന്റെ സെന്ററിൽ ഒരു ബോയിൽ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് ഇൻഫെക്ഷൻ കൂടി, അത് ആദ്യം ഹോമിയോയിൽ ട്രീറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വലുതായി. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തു. അത് സർജറി ചെയ്തു ആക്ച്വലി. അങ്ങനെ 1 വീക്ക് സർജറി കഴിഞ്ഞ് 1 വീക്ക് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10 മന്ത്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ തന്നെ അത് ബോയിൽ വീണ്ടും റിക്കവർ ചെയ്തു. അങ്ങനെ വീണ്ടും ഒരു സർജറി ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 12 മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അതേ സ്ഥലത്ത് ഇൻഫെക്ഷൻ വരികയും അവിടെ വീണ്ടും ബോയിൽ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ 3 പ്രാവശ്യം സർജറി കഴിഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സും വീട്ടിൽ തന്നെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഒന്ന് ചേഞ്ച് ചെയ്യാം, ഡോക്ടറെ ഒന്ന് ചേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സ്റ്റുഡൻറ് ഇങ്ങനെ BNB ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയും, അപ്പൊ ഇവിടെ സർജൻ കാർത്തിക് സാറിനെ കണ്ടു, സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അത് നോക്കാം. അങ്ങനെ സ്കാൻ ചെയ്യുകയും, അപ്പോ സ്കാൻ ചെയ്തിട്ട് പിന്നെ ഓപ്പറേഷൻ നടത്തി. അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് സർജൻ പറഞ്ഞു ഇങ്ങനെ അതിന്റെ ഉള്ളിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, അതായിരുന്നു റൂട്ട് കോസ്. അപ്പൊ ആ റൂട്ട് എടുത്ത് കളഞ്ഞു. പിന്നെ ബയോപ്സിക്ക് അയച്ചു, കുഴപ്പമൊന്നുമില്ലായിരുന്നു റിപ്പോർട്ട്. പക്ഷെ ഇതിന്റെ റീസൺ എന്ന് പറയുമ്പോൾ ഇതായിരുന്നു, അതിന്റെ റൂട്ട് അവിടെ കിടക്കും, ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു എവറി 10 മന്ത്സ് അതിങ്ങനെ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ സാറ് കറക്റ്റായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് അത് റിമൂവ് ചെയ്ത് അങ്ങനെ പിന്നെ ആഫ്റ്റർ സർജറി ട്രീറ്റ്മെന്റ് നല്ലതായിരുന്നു. പിന്നെ അതുകൂടാതെ ഇവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫ് ആയാലും അല്ലാത്ത എല്ലാ സ്റ്റാഫായാലും നല്ല കോപ്പറേറ്റീവ് ആണ്. നല്ലൊരു ഇതായിരുന്നു, നമുക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു BNB ഹോസ്പിറ്റലിൽ കിട്ടിയത്.